ഹലോ, നമസ്കാരം. അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങളുമായി പൊതുജനം കഴുതയല്ല സാർ ആരംഭിക്കുന്നു. ഞാൻ ബി ദിലീപ് കുമാർ. അധികാര കസേരകളിൽ അമർന്നിരിക്കുന്നവർ എപ്പോഴും ഓർത്തിരിക്കണം, ജനം എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. കാസർഗോഡ് നീലേശ്വരത്ത് ഒരു അപൂർവ കൂടിക്കാഴ്ച നടന്നു. മരണത്തെ മുഖാമുഖം കണ്ട ഒരാളും അയാളെ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷിച്ചയാളുമാണ് കണ്ടുമുട്ടിയത്. സ്കൂട്ടറിൽ ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ചായോത്ത് സ്വദേശി ശശികുമാർ റോഡിൽ വീണു. എതിരെ വന്ന ഥാർ ഓടിച്ചിരുന്ന മുകേഷിന്റെ മനസാന്നിധ്യമാണ് ശശികുമാറിന്റെ ജീവൻ രക്ഷിച്ചത്. ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ ശശികുമാറിനെ മുകേഷ് കാണാനെത്തി. അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് രണ്ടുപേരും ഇപ്പോഴും മുക്തരായിട്ടില്ല. ഇന്നലെ പ്രേക്ഷകരെ ഞെട്ടിച്ച ഒരു അപകടത്തിൻ്റെ ദൃശ്യമുണ്ട്. സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കവേ നിലത്ത് വീണ സ്കൂട്ടർ യാത്രികൻ. സ്വജീവൻ പോലും നോക്കാതെ ആ സ്കൂട്ടർ യാത്രികനെ രക്ഷിച്ച ഒരു കാർ ഡ്രൈവർ. കാസർഗോഡ് ചീമേനിയിൽ ഫർണിച്ചർ കട നടത്തുകയാണ് മുകേഷ്. ഇന്നലെ രാവിലെ 8 മണിയോടുകൂടി കൊല്ലംപാറ പയ്യംകുളത്തുള്ള തറവാട്ട് വീട്ടിൽ നിന്ന് ചീമേനിയിലേക്കുള്ള യാത്രാമധ്യേയാണ് അപകടം. ചായോത്ത വീട്ടിൽ നിന്ന് കൊല്ലംപാറയിലേക്ക് പോവുകയായിരുന്ന ശശികുമാർ സ്വകാര്യ ബസ്സിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ മുകേഷിന്റെ വാഹനം കണ്ടതോടെ പരിഭ്രാന്തനായി. ബ്രേക്ക് പിടിച്ചതും ഇരുചക്ര വാഹനവും ശശികുമാറും റോഡിൽ വീണു. ബ്രേക്ക് ചവിട്ടിയാൽ വാഹനം നിൽക്കില്ലെന്ന് മനസ്സിലായതോടെ മറ്റൊന്നും നോക്കാതെ മുകേഷ് താൻ ഓടിച്ചിരുന്ന താർ വാഹനം സൈഡിലേക്കിറക്കി. റോഡരികിലുണ്ടായിരുന്ന വൈദ്യുതി തൂണിലിടിച്ച വാഹനം കൽവേർട്ടും മറികടന്ന് സമീപത്തെ വീട്ടുമതിലിടിച്ചാണ് നിന്നത്. അപകടത്തിന് ശേഷം മുകേഷും ശശികുമാറും വീണ്ടും കണ്ടുമുട്ടി. സൗഹൃദം പങ്കുവെക്കുമ്പോഴും അപകടമുണ്ടാക്കിയ ഞെട്ടലിൽ നിന്ന് ഇരുവരും മുക്തരായിട്ടില്ല. ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് സ്പീഡാക്കിയപ്പോഴാണ് ഇയാളെ വണ്ടി പെട്ടെന്ന് കണ്ടുപോയി. ആ കാണുമ്പോൾ ഞാൻ ബ്രേക്ക് പിടിച്ചപ്പോൾ ഞാൻ റോഡിലേക്ക് വീണു. അപ്പോൾ മുകേഷ് വണ്ടി സൈഡിലോടി വെട്ടിച്ചെടുത്തുകൊണ്ട് എൻ്റെ മേത്ത് കയറാതെ രക്ഷപ്പെട്ടു. അപകട സമയത്ത് മറ്റൊന്നും ചിന്തിക്കാനായില്ലെന്നും വാഹനം വീണ്ടും വാങ്ങാമെന്നും താർ ഡ്രൈവർ മുകേഷ്. ശശിയേട്ടൻ റോഡിൽ കിടക്കുന്നു, പിന്നെ അപ്പുറത്തൊരു ഇലക്ട്രിക് പോസ്റ്റ്, വേറെ വഴിയില്ല. അപ്പോൾ വെട്ടിച്ചെടുത്തു. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ശശിയേട്ടൻ രക്ഷപ്പെട്ടു. സന്തോഷമുണ്ട് ശശിയേട്ടൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയതിൽ. വണ്ടി കുറച്ച് ലോസ് ഉണ്ട്, വണ്ടി നമുക്ക് നേരാക്കി എടുക്കാൻ വന്നു. ഫസ്റ്റ് ശശിയേട്ടനെ കണ്ടുമ്പോൾ വെട്ടിച്ചവനെ ഫസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് അടിച്ചു. ഇലക്ട്രിക് പോസ്റ്റ് അടിച്ച് ഒരു കൽവേർട്ട് കയറി കിടന്നിട്ട് വീണ്ടും ഒരു ഇലക്ട്രിക് പോസ്റ്റ് അടിച്ചിരുന്നു. സ്കൂട്ടറിൽ നിന്നുള്ള വീഴ്ചയുടെ ആഘാതത്തിൽ ശശികുമാറിന്റെ കൈക്ക് പൊട്ടലുണ്ട്. സ്വാർത്ഥതയുടെ കാലത്തും മനുഷ്യത്വത്തിന്റെ വാതായനങ്ങളാണ് മുകേഷ് തുറന്നിടുന്നത്. ശശികുമാറിന്റെ പുതുജീവൻ മുകേഷിന്റെ മനക്കരുത്തിന്റെ കൂടി പ്രതീകമാണ്. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. അത്ഭുതകരമായ രക്ഷപ്പെടലായിരുന്നു ശശികുമാറിൻ്റെതെന്ന കാര്യത്തിൽ തർക്കമില്ല. മുകേഷിൻ്റെ മനസ്ഥൈര്യമാണ് ആ വലിയൊരു ദുരന്തം, വലിയൊരു അപകടം ഒഴിവാക്കിയത് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ രവികുമാർ പറയുന്നുണ്ട്. ശ്രദ്ധയോടെ കാർ ഓടിച്ച ഡ്രൈവറാണ് ശരിയായ ഡ്രൈവർ, പുള്ളിക്കാരൻ പുലിയാണ് എന്ന കാര്യം. വസന്തകുമാരി പറയുന്നുണ്ട് മനുഷ്യത്വം എന്ന്. അങ്ങനെ വനിജ PR പറയുന്നു ഭാഗ്യം, 2 ജീവൻ രക്ഷപ്പെട്ടല്ലോ എന്ന്. ഏതായാലും വലിയൊരു അപകടമാണ് ഒഴിവാക്കിയത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് എന്ന് പറയാവുന്ന അപകടം ഒഴിവാക്കിയതിൽ അത് ഡ്രൈവർ മുകേഷിന്, ഥാറിൻ്റെ ഡ്രൈവർ മുകേഷിന് തന്നെയാണ്. മറ്റൊരു വിശേഷത്തിലേക്കാണ്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ആലപ്പുഴ കായംകുളത്ത് ഗതാഗത ലംഘകരെ പിടിക്കാൻ AI ക്യാമറ സ്ഥാപിച്ചത്. ക്യാമറയുടെ കണ്ണ് വെട്ടിക്കാൻ ഇടവഴി കയറുന്ന നിയമലംഘകർ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ്. അപകടങ്ങളും പതിവായി. ക്യാമറ കുറുക്കുവഴിക്ക് അപ്പുറത്തേക്ക് മാറ്റിവെച്ചാൽ നിയമലംഘകരെ കൃത്യമായി പിടികൂടാം. പ്രദേശവാസികൾക്ക് സമാധാനപരമായി വീടിന് പുറത്തിറങ്ങുകയും ചെയ്യാം. എന്തു ചെയ്യാം? ക്യാമറ ഇപ്പോഴും ആ പ്രദേശവാസികൾക്ക് പൊല്ലാപ്പാക്കിക്കൊണ്ട് അവിടെ തന്നെയുണ്ട്. ഈ
ക്യാമറ വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിവിടെ താമസം മാറി പോയാലോ എന്ന് വരെ ഉദ്ദേശിച്ചിരിക്കുക. താമസം മാറിപ്പോകാനും മാത്രം AI ക്യാമറ എന്തു ചെയ്തു? ചെയ്തത് ക്യാമറയല്ല, അധികൃതരാണ്. കായംകുളം ഹരിപ്പാട് റോഡിൽ പുല്ലുകുളങ്ങരയിലുള്ള ഈ ക്യാമറയാണ് പ്രശ്നക്കാരൻ. ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ പിഴ 500 രൂപ. ഈ പിഴ ഒഴിവാക്കാനുള്ള തത്രപ്പാടിൽ ഹെൽമറ്റ് ഇല്ലാതെ വരുന്നവർ കുറുക്ക് വഴിയെ ആശ്രയിച്ചു. ക്യാമറയ്ക്ക് പിന്നിലൂടെയുള്ള ഈ പോക്കറ്റ് റോഡിലൂടെ 180 മീറ്റർ സഞ്ചരിച്ചാൽ അപ്പുറത്തെത്താം. ക്യാമറയിൽ പതിയുകയുമില്ല. പക്ഷേ ആ കുറുക്ക് വഴി ഇവിടുത്തെ നാട്ടുകാർക്കാണ് തലവേദന. 150 മീറ്റർ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ക്യാമറയുടെ കണ്ണിൽപ്പെടാതെ ആൾക്കാർക്ക് പോകാൻ പറ്റും. 3-4 പേരെ വെച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ ഞങ്ങളുടെ സ്വൈര്യവിഹാരം തന്നെ ആകപ്പാടെ അവതാളത്തിലായിട്ടിരിക്കുന്ന ഒരു ഇതാണ്. മന്ത്രിമാർക്കും ബാക്കി എല്ലാവർക്കും ഈ പറഞ്ഞവർക്കെല്ലാം ഈ പറഞ്ഞ മാതിരി പരാതി കൊടുത്തു. ആ പരാതിന്മേൽ യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. കുട്ടികൾ വെളിയിലിറങ്ങിയാൽ അങ്ങൊന്നും ഇങ്ങൊന്നും കൂടെ 2 സൈഡിൽ നിന്നും കൂടെ വണ്ടി വന്നിട്ട് ഇടിച്ചിടുകയാണ്. ട്യൂഷന് പോകുന്ന പിള്ളേർ, സ്കൂളിൽ പോകുന്ന പിള്ളേർ, സൈക്കിൾ ചവിട്ടുന്ന പിള്ളേർ, അങ്ങനെ അവിടുന്ന് വന്ന് ഒരു നോട്ടവും ഇല്ലാതെയാണ് പിള്ളേരെ ഇടിച്ചിടുന്നത്. പ്രദേശത്തെ 10ഓളം വീടുകളിലേക്കുള്ള പഞ്ചായത്ത് റോഡാണിത്. പൊതുവഴിയായതിനാൽ ഗതാഗതം വിലക്കാനാവില്ല. സ്വസ്ഥമായി വീട്ടിലിരിക്കാൻ ക്യാമറ മാറ്റി സ്ഥാപിക്കുക മാത്രമാണ് പോംവഴി. പഞ്ചായത്ത് ഓഫീസ് മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ നാട്ടുകാർ കയറിയിറങ്ങി. ഒടുവിൽ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയെ അന്വേഷണത്തിന് നിയോഗിച്ചു. നേരിട്ടെത്തി പരിശോധിച്ചു. ഈ സബ്ജക്റ്റ് ഇത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഇതാണ് അവരെടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ പരാതിക്കാരെ ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങൾ 10 വീട്ടുകാരോളം ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ അടുക്കൽ വന്ന് കേൾക്കാതെ അപ്പുറത്തെ റോഡിൽ വന്ന് നിയമം ലംഘിക്കുന്ന ആൾക്കാരുടെ അടുക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ കൂടെ പോകുന്നതിന് എന്തെങ്കിലും ഇതുണ്ടോ? അത് മാത്രമേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മെയിൽ വന്നിരിക്കുന്നതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പരാതികൾക്കൊടുവിൽ എൻഫോഴ്സ്മെന്റ് RTO എത്തി ക്യാമറ തിരിച്ചു വെച്ചു. ഇതോടെ കുറുക്ക് വഴി അടഞ്ഞു. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ ക്യാമറ വീണ്ടും പഴയപടിയായി. കുറുക്ക് വഴി തുറന്നു. എൻഫോഴ്സ്മെന്റ് RTOയുടെ വിശദീകരണം വിചിത്രമാണ്. 1 മാസം 500 പെറ്റി കിട്ടിയിരുന്ന സ്ഥാനത്ത് ക്യാമറ തിരിച്ചു വെച്ചപ്പോൾ ഒന്നുപോലും കിട്ടുന്നില്ല. അതിനാൽ ക്യാമറ പഴയതുപോലെ പുനഃസ്ഥാപിക്കുന്നുവെന്ന രേഖാമൂലം പരാതിക്കാർക്ക് മറുപടി നൽകി. അതായത് ആലപ്പുഴ എൻഫോഴ്സ്മെൻറ്റ് മീഡിയയുടെ നിരുത്തരപരമായിട്ടുള്ള ഒരു പരിപാടിയിലാണ് ഈ പറഞ്ഞ മാതിരി ഇപ്പം ഇങ്ങനെ ഞങ്ങളിപ്പോൾ ഈ ഒരു ദുരന്തം അനുഭവിക്കുന്നത്. ഞാനൊരു കൗതുകത്തിന് വേണ്ടി ഒരു ദിവസം എണ്ണിയതാണ്. ഞാൻ രാവിലെ 5:30 തൊട്ട് രാത്രി 7 മണി വരെ വണ്ടി എണ്ണിയപ്പോൾ 98 വണ്ടി ഇതിലൂടെ പോയി. നമ്മൾ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ പോകുമ്പോഴത്തേക്ക് വീട്ടിൽ കയറി അനാവശ്യം പറയുക, അടിക്കാൻ വരിക, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളാണ്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ AI ക്യാമറ ഉണ്ടാക്കിയ പൊല്ലാപ്പിൽ നട്ടം തിരിയുകയാണ് പുല്ലുകുളങ്ങരയിലെ നാട്ടുകാർ. നമുക്ക് സേഫ്റ്റി ആയിട്ട്, നമുക്ക് ക്യാമറയുടെ ഒബ്ജക്ഷൻ അല്ല പറയുന്നത്, നമ്മുടെ ഈ റോഡിലെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. പിന്നെ ഇന്ന് രാവിലെ തന്നെ എൻ്റെ മകളെയും കൊണ്ട് 8 മണിക്ക് എക്സാമിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അതുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. രാത്രി സമയങ്ങളിലാണെങ്കിൽ വേണ്ടാത്ത അസഭ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതിലൂടെ പോകുന്നത്. അങ്ങനെ നമുക്ക് ഇവിടെ താമസിക്കുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ക്യാമറ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റി തരണം എന്നുള്ളതാണ്. പിഴയിനത്തിൽ സർക്കാരിന് ലക്ഷങ്ങൾ കിട്ടുന്ന ഏർപ്പാടാണ്. പക്ഷേ അത് സാധാരണക്കാരൻ്റെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ സർക്കാർ ഇടപെടൽ അനിവാര്യവുമാണ്. കായംകുളത്ത് അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. മോഹൻ പിലാത്തറ പറയുന്നു, ഏത് കമ്പനി പൂട്ട് കണ്ടുപിടിച്ചാലും അതിൻ്റെ കള്ളത്താക്കോൽ കണ്ടുപിടിക്കുന്ന വിദഗ്ധന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെയാണോ AI ക്യാമറ? ഇതൊന്നും ഒരു വിഷയമല്ല. ഏതിനും മറികടക്കാൻ കുറുക്കുവഴിയുണ്ട് എന്ന കാര്യം. ജോസ്വിൻ ജോസഫ് പറയുന്നു, എന്തിനാണ് പാവങ്ങളെ പിഴിയുന്ന ക്യാമറ? ഇതൊക്കെ നിർത്തലാക്കണം എന്ന്. ഏതായാലും നിയമലംഘനം പിടിക്കുക എന്നതാണ് ഇത്തരം ക്യാമറകൾ റോഡിൽ സ്ഥാപിച്ചതിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റുന്നത് അത് നല്ല കാര്യവുമാണ്. നാട്ടുകാർക്കതിൽ പരാതി ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷേ പ്രശ്നം ഇതിവിടെ അതല്ലല്ലോ. ഇവിടുത്തെ പ്രശ്നം ഈ നിയമലംഘനരായ ആളുകൾ, അവർക്ക് ഈ ക്യാമറ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നറിയാം. അവർ അതുകൊണ്ട് ചില കുറുക്കുവഴി, ക്യാമറ ഒഴിവാക്കിക്കൊണ്ടുള്ള കുറുക്കുവഴി തിരഞ്ഞെടുക്കുന്നു. ആ ചെറിയ റോഡിലൂടെ പോകുന്നതിനാൽ, ഈ കുറുക്കുവഴിയിലൂടെ പോകുന്നതിനാൽ അവിടെയുള്ള ജനങ്ങളുടെ സ്വൈരജീവിതം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിയമലംഘകരായി ഹെൽമറ്റ് വയ്ക്കാതെ അമിത വേഗതയിൽ നിരവധി പേരെ വാഹനങ്ങളിൽ ഇരുത്തിക്കൊണ്ട് ചീറിപ്പായുകയാണ് ഈ ചെറിയ വഴിയിലൂടെ വാഹനങ്ങൾ എന്നതാണ് അവിടെ നാട്ടുകാർ നേരിടുന്ന പ്രശ്നം. അതുകൊണ്ട് ഈ ക്യാമറ അതിന് തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ മാറ്റിവെച്ചാൽ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഈ കുറുക്കു വഴിയുടെ മുന്നിൽ തന്നെ ക്യാമറ വേണം എന്ന നിർബന്ധം അത്
മോട്ടോർ വാഹന വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം ആ നിർബന്ധം പിൻവലിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു വിശേഷത്തിലേക്കാണ്. കൺമുന്നിൽ അപകട ഭീഷണിയുണ്ടെങ്കിൽ കണ്ണടയ്ക്കും, അപകടമുണ്ടായാൽ പിന്നെ അന്വേഷണമായി, നടപടിയായി, അങ്ങനെ ആകപ്പാടെ ജഗപുക. ഇതാണ് പലപ്പോഴും അധികാരികൾ പിന്തുടരുന്ന രീതി. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കണ്ണൂർ നഗരത്തിലെ പഴഞ്ചൻ കെട്ടിടങ്ങൾ. കാലപ്പഴക്കം കൊണ്ട് തകർന്നു വീഴാറായ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ അധികൃതർ നടപടിയെടുക്കുന്നതേയില്ല. കഴിഞ്ഞ ദിവസം കാൽടെക്സിൽ കോർപ്പറേഷൻ കെട്ടിടത്തിൻ്റെ ഭാഗം തകർന്നു വീണ് കാർ തകർന്നത് നാട്ടുകാരുടെ ആശങ്ക ഇരട്ടിയാക്കിയിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിലൂടെ നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഏത് നിമിഷവും പതിക്കാവുന്ന കോൺക്രീറ്റ് പാളികൾ ഉണ്ടാകാം. കഴിഞ്ഞ ദിവസം കാൾടെക്സിൽ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ ഭാഗം ഇടിഞ്ഞു വീണ് കാർ തകർന്നിരുന്നു. തലനാരിഴയ്ക്കാണ് അന്ന് വലിയ ദുരന്തം ഒഴിവായത്. 50 വർഷത്തിലേറെ പഴക്കമുള്ള ഈ കെട്ടിടം പൊളിക്കാൻ തീരുമാനിച്ചതാണെങ്കിലും കോടതി സ്റ്റേയുടെ പേരിൽ നടപടികൾ വൈകുകയാണ്. പഴയ ബസ് സ്റ്റാൻഡും ജവഹർ സ്റ്റേഡിയം പരിസരവും ഇതേ അവസ്ഥയിൽ തന്നെ. പലയിടത്തും കമ്പികൾ പുറത്തുചാടി ജനലുകൾ ദ്രവിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. അപകട മുന്നറിയിപ്പ് ബോർഡുകൾ പോലും സ്ഥാപിക്കാതെ അധികൃതർ പുലർത്തുന്ന ഈ അനാസ്ഥ നാളെ വലിയൊരു ദുരന്തത്തിന് വഴിവെക്കുമോ എന്ന ഭീതിയിലാണ് കണ്ണൂരുകാർ. ഇവിടെ വീണിട്ടൊക്കെ ഉണ്ട്, പിന്നെ ആരും തലക്കൊന്നും വീണിട്ടില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടി വീഴുന്നുണ്ട്. പിന്നെ കുറേ വർഷമായി ഇങ്ങനെ തന്നെ കിടക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല ഇവിടെ. അതായത് വണ്ടിയുടെ മുകളിലും എല്ലാം വീഴുന്നുണ്ട്. അതായത് ആളുകളെല്ലാം ചെറിയ തലനാരി വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് നല്ല മഴയുള്ള സമയത്തൊക്കെ. കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടുവെന്നാണ് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ വിശദീകരണം. ഒരു ഭാഗത്ത് അപകട ഭീഷണിയുള്ള കെട്ടിടങ്ങൾ, മറുഭാഗത്ത് വാഹനങ്ങൾ. ഇതിനിടയിലൂടെ വേണം കാൽനട യാത്രികർക്ക് പോകാനും. മറ്റൊരു അപകടമുണ്ടാകുന്നതുവരെ നടപടിയെടുക്കാൻ കോർപ്പറേഷൻ കാത്തിരിക്കരുത്. കണ്ണൂരിൽ നിന്നും രജീഷ് കരിവള്ളൂരിനൊപ്പം അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ തുടരുന്നു. കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ കാറ്റിൽ പറത്തി സ്വകാര്യ ബസ്സുകളുടെ യാത്ര. കൊച്ചി ലിസി ജംഗ്ഷനിൽ ട്രാഫിക് പോലീസിന്റെ നിർദ്ദേശം മറികടന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളുകളെ കയറ്റാതെ തോന്നും വിധമാണ് സർവീസ്. നിയമം ലംഘിച്ച് നടത്തുന്ന സർവീസുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ട്രാഫിക് ACP നിസാർ പൊതുജനം കഴുതയല്ല സാറിനോട് പറഞ്ഞു. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇവിടെയാണ് ഈ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് എന്നാകും എല്ലാവരും കരുതുക. പക്ഷേ ഇവിടെ ബസ് നിർത്തിയ ആളുകളെ കയറ്റരുതെന്ന് കർശന നിർദ്ദേശം എഴുതി വെച്ചിട്ടുണ്ട് ട്രാഫിക് പോലീസ്. കാരണം ഇവിടെ ഈ നിലയിൽ സ്വകാര്യ ബസ്സുകൾ നിർത്തുമ്പോൾ ഗതാഗതക്കുരുക്ക് മൂലം നഗരം സ്തംഭിക്കും. ജനങ്ങൾക്കും മറ്റു വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അത് നല്ല രീതിയിൽ ഇവിടെ ബ്ലോക്ക് സംഭവിക്കാറുണ്ട്. ഈ പാലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികൾ, ഇങ്ങോട്ട് വളയേണ്ട വണ്ടികൾ, ഇവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ട വണ്ടികളെല്ലാം ബ്ലോക്കാവും. ഈ ട്രെയിൻ ഇറങ്ങി വരുന്ന സമയത്ത് ഈ റോഡ് ഒരു മോശപ്പെട്ട അവസ്ഥയിലാണ് ഗതാഗതം നടപ്പ്. അതിൻ്റെ ഇടയിൽ കൂടി ബസ്സുകാരുടെ ഈ സ്റ്റോപ്പിലല്ലാണ്ടുള്ള നിർത്തൽ ബുദ്ധിമുട്ടാണ്. റെയിൽവേ സ്റ്റേഷനും മെട്രോ സ്റ്റേഷനും ലിസി ആശുപത്രിയും എല്ലാമായി വലിയ തിരക്കുള്ള മേഖലയാണ് ലിസി ജംഗ്ഷൻ. ഈ തിരക്കും അശാസ്ത്രീയ ബസ് സ്റ്റോപ്പും കാരണം അപകടങ്ങൾ പതിവായതോടെയാണ് ട്രാഫിക് പോലീസ് ഇടപെട്ടത്. പക്ഷേ ഒന്നും മാറിയില്ല. ഭയങ്കര ട്രാഫിക്കാണ്. കാരണം ഒരു ബസ് അവിടെ നിർത്തി കഴിഞ്ഞാൽ അതിന്റെ പുറകെ വന്ന് പിടിച്ചിട്ട് ഈ റോഡിന് വട്ടം വരെ വണ്ടി കൊണ്ട് നിർത്തും. ചിലർ പാലത്തിന്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് മാളിറക്കാറുണ്ട്. വേറെ നമ്മളിവിടുന്ന് പറയാന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. ഇതിനു മുമ്പ് ഇടക്ക് വന്നിട്ട് ഒരു ട്രാഫിക് എന്തെങ്കിലും വാർഡൻ ആരെങ്കിലും നിൽക്കണ്ടാവും. അവരുള്ള സമയത്ത് ഇവർ അവിടെ കൊണ്ട് നിർത്തും. ഇപ്പൊ ഈ 2 ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ബസ്സുകൾ നിർത്തരുതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടെ തന്നെ ബസ് നിർത്തുന്നത്. ആളുകളെ കയറ്റാനായി ഒന്നിലേറെ ബസ്സുകളാണ് ഒരേ സമയം ഇവിടെ നിർത്തുന്നത്.
ഇതോടെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് അടയും. പാലത്തിനടിയിൽ നിന്ന് യു ടേൺ എടുക്കേണ്ട വാഹനങ്ങൾ കൂടിയാകുമ്പോൾ രൂപപ്പെടുന്നത് വൻ ഗതാഗതക്കുരുക്കാണ്. ഇവിടുന്നുള്ള വണ്ടികൾ അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബസ് നിർത്തുമ്പോൾ ബാക്കിലായിട്ട് വേറെ ബസ്സുകൾ വരുമ്പോൾ ഇവിടെ നിന്നുള്ള വണ്ടികൾ അങ്ങോട്ട് കല്ലൂർക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഈ ബ്ലോക്ക് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് മാറ്റി നിർത്തിയെന്ന് വിചാരിച്ച് ബ്ലോക്ക് കുറഞ്ഞിട്ടില്ല. എന്നാലും പഴയ ബ്ലോക്ക് തന്നെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ആദ്യത്തേലും ഒരു വ്യത്യാസമില്ല. ട്രാഫിക് ബോർഡ് കൊണ്ട് മാത്രം ലിസി ജംഗ്ഷനിലെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ട്രാഫിക് പോലീസിനും വന്നു കഴിഞ്ഞു. ഇവിടെ തിരക്ക് സമയം പോലീസ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം ശക്തമാക്കാനാണ് തീരുമാനം. സ്ഥിരമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ബോർഡ് വെച്ചേക്കുന്നത്. നേരത്തെ മുതലേ 10-30 വർഷത്തിലധികമായിട്ട് നേരത്തെ തന്നെ റിസർവ് ബാങ്കിൻ്റെ ഫ്രണ്ടിലായിരുന്നു ബസ് സ്റ്റോപ്പ് മാറ്റിയിട്ടൊന്നല്ല, മുമ്പ് അത് തന്നെയാണ്. അക്കാര്യം ജനങ്ങളെ ഒന്നുകൂടി ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ബോർഡ് വെച്ചത്. അതുപോലെ തന്നെ അവിടെ തന്നെ സീബ്ര ക്രോസിംഗ് വരച്ചിട്ടുണ്ട്. അത് വയലേറ്റ് ചെയ്തും അവിടെ ബസ് നിർത്തിയാലും മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിർത്തിയാലും അതും വയലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. തിരക്കുള്ള സമയത്ത് പ്രത്യേക പോലീസിനെ അവിടെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് തടയുന്ന ബസ്സുകാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യും. നഗരത്തിലെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പുതിയ ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പാക്കിയത്. എന്നാൽ ഈ പരിഷ്കാരങ്ങൾക്ക് പുല്ലുവിലയാണ് ഇവിടുത്തെ സ്വകാര്യ ബസ്സുകൾ നൽകുന്നത്. ക്യാമറ പേഴ്സൺ മായിൻ ജാഫറിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ആശാ സിംഗപ്പൂർ പറയുന്നു ബസ്സുകാർക്കെതിരെ നടപടിയെടുക്കണം, അതെന്താ ചെയ്യാത്തത് എന്ന്. ഓമനാകൃഷ്ണൻ പറയുന്നു സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടമാണ് ഇതിന് കാരണമെന്ന്. ഏതായാലും ലിസി ജംഗ്ഷനിൽ യാത്രക്കാർ ആകെ എന്താ പറയുക, ഒരു കൃത്യമായ സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെയാണോ സ്റ്റോപ്പ് എന്ന് ചോദിച്ചാൽ ഇവിടെയല്ല, അവിടെയാണോ എന്ന് ചോദിച്ചാൽ അവിടെയുമല്ല. ബസ്സുകാർ തോന്നും വിധമാണ് അവിടെ ലിസി ജംഗ്ഷനിൽ ബസ്സുകൾ നിർത്തുക. ഇത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പൊക്കെ പോലീസുമൊക്കെ നൽകിയിട്ടുള്ള ചില ട്രാഫിക് പരിഷ്കരണ നിർദ്ദേശങ്ങളുണ്ട്. അതൊന്നും സ്വകാര്യ ബസ്സുകാർ കണക്കിലെടുക്കുന്നില്ല. ഏതായാലും ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ അടിയന്തര ശ്രദ്ധ പതിയേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ യാത്രക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന പതിവ് കാഴ്ചയാകും ലിസി ജംഗ്ഷനിൽ സംഭവിക്കുക. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. സാധാരണക്കാരൻ്റെ നികുതിപ്പണം പാഴായിപ്പോയതിൻ്റെ ഒരു നേർക്കാഴ്ചയിലേക്കാണ് ഇനി. വർഷങ്ങൾക്ക് മുമ്പ് ശുദ്ധജല പദ്ധതിക്ക് വേണ്ടി ശാസ്താംകോട്ട തടാക തീരത്ത് ജല അതോറിറ്റി എത്തിച്ച പൈപ്പുകൾ ഇന്ന് അനാഥാവസ്ഥയിലാണ്. ഒന്നും രണ്ടുമല്ല, 6.5 കോടി രൂപയാണ് പൈപ്പിന് വേണ്ടി മാത്രം പാഴാക്കി കളഞ്ഞത്. വറുതിയുടെ കാലമാണെന്നും ജനത്തോട് മുണ്ടുമുറുക്കി കൊടുക്കാൻ ആവർത്തിച്ചാവശ്യപ്പെടുകയും ചെയ്യുന്ന സർക്കാർ സംവിധാനങ്ങൾ കാണേണ്ട ഒരു കാഴ്ചയിലേക്കാണ് ഇനി. കൊല്ലം ശാസ്താംകോട്ട തടാക തീരത്തേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ടയിലേത്. കൊല്ലം നഗരത്തിന്റെ കുടിവെള്ളത്തിന്റെ ഏക സ്രോതസ്സും ഈ തടാകമാണ്. 1,75 ദശലക്ഷം ലിറ്റർ വെള്ളമാണ് പ്രതിദിനം ഇവിടെ നിന്ന് ജില്ലയിലെ വിവിധ ഇടങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്നത്. വേനൽക്കാലത്ത് തടാകം വറ്റിവരളാൻ തുടങ്ങിയതോടെയാണ് പകരം സംവിധാനത്തെക്കുറിച്ച് ഭരണനേതൃത്വം ആലോചിച്ചത്. കല്ലടയാറിൽ നിന്ന് ശാസ്താംകോട്ട ശുദ്ധീകരണ കേന്ദ്രത്തിലേക്ക് ജലമെത്തിച്ച് പമ്പ് ചെയ്യാൻ ഒടുവിൽ ധാരണയായി. 33 കോടി രൂപയുടെ വമ്പൻ പദ്ധതിക്കും രൂപം നൽകി. ഇവിടെ വരെ കാര്യങ്ങൾ ഭംഗിയായി നടന്നു, ഇടപെടലുകൾ കൃത്യമായിരുന്നു. പക്ഷേ ഇനി കഥ മാറുകയാണ്. പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പമ്പിങ്ങിന് പൈപ്പുകളെത്തി. 1-2 ലക്ഷമല്ല, 6.5 കോടി രൂപയാണ് പൈപ്പുകൾക്ക് മാത്രമായി ചിലവഴിച്ചത്. ശാസ്താംകോട്ട തടാകതീരം പൈപ്പുകളാൽ നിറഞ്ഞു. അന്നാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇരുന്ന സമയത്താണ് ഈ ഒരു ബദൽ കുടിവെള്ള പദ്ധതി എന്ന തരത്തിലേക്കാണ് ഈ ഏതാണ്ട് 33 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി ഒരു വലിയ പദ്ധതി. പക്ഷേ അന്ന് ഈ പദ്ധതി വന്നതിന് ശേഷം നാളിതുവരെ ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരിടപെടിയിലും അതിന് ശേഷം കടന്നു വന്ന അധികാരി വർഗങ്ങൾ ഒരു മുൻകരുതലും എടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, ഈ പദ്ധതി ഏതാണ്ട് 6.5 കോടി രൂപയുടെ പൈപ്പുകളാണ് ഇവിടെ ഇറക്കിയിട്ടേക്കുന്നത്. ആ പൈപ്പുകൾ ഇന്ന് നശിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. മഴയത്തും മണ്ണിടിഞ്ഞും തീരത്തിട്ട പൈപ്പുകൾ ഒടുവിൽ തടാകത്തിലേക്ക് വീണു. തടാകത്തിൽ ഒഴുകി നടന്ന പൈപ്പുകൾ തടാക സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരും കായൽ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരും പ്രതിഷേധിച്ചതോടെ ഉദ്യോഗസ്ഥർ തീരത്തേക്ക് എടുത്തു വെച്ചു. അഗാധമായ ഗർത്തങ്ങളെടുത്ത് റോഡുകളെല്ലാം മാസങ്ങളോളം ഗതാഗതയോഗ്യമല്ലാതെ ആക്കിക്കൊണ്ട് അവിടെയെല്ലാം ഈ പൈപ്പുകൾ സ്ഥാപിച്ചു. അതിനുശേഷം ബാക്കിയുള്ള പൈപ്പുകൾ അവിടെ തന്നെ നമ്മുടെ ഈ ബണ്ട് ഭാഗത്ത് ഇരുന്നു. അപ്പോൾ പിന്നീടാണ് നമ്മുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തായ മൺട്രോത്തുരുത്ത് പഞ്ചായത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു തടയണ കെട്ടി വെള്ളം സംഭരിക്കുമ്പോൾ ഈ
വേലിയേറ്റം ഉണ്ടാകുമ്പോൾ മൺട്രോത്തുരുത്ത് അവിടെ വലിയ തോതിൽ വെള്ളം കയറും എന്നുള്ള ഒരു ആശങ്കയിൽ ഈ പദ്ധതി പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ ഈ ഉപേക്ഷിക്കപ്പെട്ടിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ പൈപ്പുകളൊക്കെ തന്നെ അവിടെ കൂടുതൽ എംസാൻഡ് പൈപ്പുകളും തടാകത്തിനുള്ളിലും പോളിയെത്തിലീൻ പൈപ്പുകൾ അതിൻ്റെ കരയിലുമായി കിടക്കുകയായിരുന്നു. ഇത് ഏതെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ ഇപ്പോഴും ഉപയോഗശൂന്യമായി അവിടെ കിടക്കുകയാണ്. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും തടാകതീരത്തെ പൈപ്പുകൾ നീക്കം ചെയ്തില്ല. പദ്ധതി ഉപേക്ഷിച്ചു. പൈപ്പുകൾ എന്ത് ചെയ്യണമെന്ന് പദ്ധതി പ്രഖ്യാപിച്ചവർക്കോ ഉദ്യോഗസ്ഥർക്കോ അറിയില്ല. കോടികൾ ചെലവാക്കി ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് കോടികളുടെ പൈപ്പാണിത്, നശിച്ചു പോവുകയാണ്. ഒന്നി ഇത് ഇവിടുന്ന് എടുത്തു മാറ്റി കൊടുക്കുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കുകയോ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുജനങ്ങൾ നൽകുന്ന ഖജനാവിലേക്ക് നൽകുന്ന നികുതി പണമാണ് ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തോടും അവരുടെ ദീർഘവീക്ഷണമില്ലായ്മയുടെയും ഒരു പഠനം നടത്താത്തതിൻ്റെ ഫലമായി ഇപ്പോൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ആരാണ് കോടികൾ പാഴാക്കിയതിന് ഉത്തരവാദി എന്ന് ജനം ചോദിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. പക്ഷേ മൗനത്തിലാണ് നമ്മുടെ ഭരണ സംവിധാനം. സാധാരണക്കാരന് തലചായ്ക്കാൻ 4 ലക്ഷം രൂപ നൽകുമ്പോൾ 40 തവണയാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ വീടുകളിൽ കയറിയിറങ്ങുന്നത്. ഇതേ ഉദ്യോഗസ്ഥർ തന്നെയാണ് കോടികൾ ചിലവിട്ട് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നത്. ജലരേഖയാകുന്ന ആ പദ്ധതികളുടെ കണക്കെടുത്താൽ കോടികൾ മറിയും. ആ കോടികൾക്ക് ആരാണ് മറുപടി പറയേണ്ടത്? അത്തരം പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ കൽത്തുറുങ്കിലാണ് അടയ്ക്കേണ്ടതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സാധാരണക്കാരന്റെ നികുതി പണമാണ് ഈ ഉദ്യോഗസ്ഥർ ഇങ്ങനെ പാഴാക്കി കളയുന്നത്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. വർഷങ്ങളായി വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ഈ പൈപ്പുകൾ 6.5 കോടി രൂപയാണ് തുലച്ചു കളഞ്ഞത്. ഒരു പ്രയോജനവുമില്ലാതെ കിടക്കുകയാണിപ്പോൾ ശാസ്താംകോട്ട കായൽ തീരത്ത് ഈ പൈപ്പുകൾ. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സീന മുഹമ്മദ് പറയുന്നു, കോടികളില്ലാത്ത സംഖ്യ ഇല്ലല്ലോ, പദ്ധതികളില്ലല്ലോ, ഫലം മാത്രം 0 എന്ന കാര്യം. ഗംഗാധരൻ ചോണത്ത് പറയുന്നു, കമ്മീഷൻ കിട്ടിക്കാണുമല്ലോ പൈപ്പ് വന്നപ്പോൾ എന്ന്. അല്ലി ഫ്ലവർ ചോദിക്കുന്നു, എന്തിനാണ് സർക്കാർ പണം ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്ന കാര്യം. അങ്ങനെ നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. അതിനിടെ അരുൺ മുട്ടട പറയുന്നുണ്ട്, ഈ ഗ്യാസ് സിലിണ്ടറുകൾ വീടുകളിലേക്കുള്ള ഗാർഹിക ആവശ്യത്തിനുള്ളവ പലതും പഴയ സിലിണ്ടറുകളാണ് വരുന്നത്, അത് അപകടത്തിന് വഴിയൊരുക്കുന്നു എന്ന കാര്യം. തീർച്ചയായും അരുൺ ഈ കാര്യത്തെക്കുറിച്ച് പൊതുജനം കഴുതയല്ല സാർ അന്വേഷിക്കുന്നതായിരിക്കും. കോടികൾക്കൊന്നും ഒരു വിലയുമില്ലല്ലോ എന്ന് പ്രതികരിക്കുന്ന പ്രേക്ഷകരുമുണ്ട്. അങ്ങനെ നിരവധി പ്രേക്ഷകരാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ദേശീയപാതകൾ സംസ്ഥാനത്തെ പൊതുഗതാഗതത്തെ കൂടുതൽ ആയാസരഹിതമാക്കാൻ ഇനി മാസങ്ങളുടെ കാത്തിരിപ്പ് മാത്രം മതിയാകും. എന്നാൽ ചിലയിടങ്ങളിലെങ്കിലും നിർമ്മാണത്തിലെ അപാകതകൾ പൊതുജനത്തിന് ആശങ്കകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് വടകര ചോമ്പാലിൽ നിന്ന് പുറത്തു വരുന്നത്. ചോമ്പാലിൽ സംരക്ഷണ ഭിത്തി നെടുകെ പിളർന്നിരിക്കുകയാണ്. അത് നിർമ്മാണത്തിലെ അപാകത കൊണ്ടെന്നാണ് ആരോപണം. ദേശീയപാതയിലെ പണി വേഗത്തിൽ പൂർത്തിയായി. ഗതാഗത കുരുക്കെന്ന തലവേദനയില്ലാതെ എളുപ്പത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ കാത്തിരിക്കുകയാണ് ഓരോ യാത്രക്കാരും. അപ്പോഴാണ് അങ്ങിങ്ങ് നിർമ്മാണത്തിലെ അപാകതകൾ തലവേദനകളായി മാറുന്നത്. ഇത് പക്ഷേ വലിയ ആശങ്കയും ഭീതിയുമാണ് യാത്രക്കാർക്ക് സൃഷ്ടിക്കുന്നത്. ദേശീയപാത നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നുവരുന്ന അഴിയൂർ റീച്ചിൽ ചോമ്പാൽ ബ്ലോക്ക് ഓഫീസിനും കുഞ്ഞിപ്പള്ളി അണ്ടർപാസിനും മധ്യയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്ന സംരക്ഷണ ഭിത്തി നെടുകെ പിളർന്നത്. കുഞ്ഞിപ്പള്ളി അണ്ടർപാസിനായി ഇരുഭാഗങ്ങളിലും റോഡ് ഉയർത്തിയിരുന്നു. ഇത് ഒരു ഭാഗത്ത് കുഞ്ഞിപ്പള്ളി ടൗണിലും മറുഭാഗം ചോമ്പാൽ ബ്ലോക്ക് ഓഫീസിനടുത്തുമാണ് അവസാനിക്കുന്നത്. നിർമ്മാണത്തിലെ ആശങ്കകൾ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും അത് നിസാരവൽക്കരിക്കാനാണ് നിർമ്മാണ കമ്പനി ശ്രമിക്കുന്നത് എന്നാണ് ഉയരുന്ന ആക്ഷേപം. ചോമ്പാലിൽ തകർന്ന സംരക്ഷണ ഭിത്തി മാറ്റിപ്പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുഞ്ഞിപ്പള്ളി അടിപ്പാതക്കും ചോമ്പാൽ ബ്ലോക്ക് ഓഫീസിനും സമീപം പണിത ദേശീയപാത അതോറിറ്റി നിർമ്മിച്ച ഭിത്തി നെടുകെ പിളർന്നിരിക്കുകയാണ്. ഈ ഭിത്തി സർവീസ് റോഡ് സമീപമുള്ള ഈ ഭിത്തി നെടുകെ പിളർന്നതോടുകൂടി തന്നെ ഇവിടുത്തെ ദേശീയപാത നിർമ്മാണം ആശങ്കയിലായിരിക്കുകയാണ്. ഇവിടെ മണ്ണിടൽ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഈ മണ്ണിടൽ പ്രവൃത്തി പൂർത്തിയാകുമ്പോൾ ഈ സംരക്ഷണ ഭിത്തി തന്നെ
തകർന്നു വീഴാനുള്ള സാധ്യത ഏറെയാണ്. അഴിയൂർ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ CK ബബിത സ്ഥലം സന്ദർശിച്ച് സംരക്ഷണ ഭിത്തിയുടെ ഗുരുതരാവസ്ഥ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു. KK രാമ MLA സംഭവസ്ഥലം സന്ദർശിച്ചു. നിർമ്മാണത്തിലെ അപാകതയെക്കുറിച്ച് പൊതുജനം പരാതി പറയുമ്പോൾ അത് കേൾക്കുകയും അതിന് പരിഹാരം നിർണ്ണയിക്കുകയും ചെയ്യേണ്ടത് നിർമ്മാണ കമ്പനിയുടെ ഉത്തരവാദിത്വം കൂടിയാണ്. നികുതി പണത്തോടുള്ള ആശങ്ക കൂടിയാണ് അത്. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടും പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ അല്പസമയം മുമ്പ് സംപ്രേഷണം ചെയ്ത ആ വാർത്തയുമായി ബന്ധപ്പെട്ടും, അതായത് ശാസ്താംകോട്ട കായൽ തീരത്ത് പൈപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. 6.5 കോടി രൂപയുടെ പൈപ്പുകൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. ആർക്കും ഒരു പ്രയോജനവുമില്ലാതെയാണ് ആ പൈപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ച പ്രതികരണങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ ആ പണം ചെലവഴിച്ചിരുന്നെങ്കിൽ അത് എത്രയോ നന്നായേനെ. അവിടെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കുള്ള സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ആ പണം ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ 24-ൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്പെഷ്യൽ എൻകൗണ്ടറാണ് 7 മണിക്ക് SKN. അത് ആ സ്പെഷ്യൽ എൻകൗണ്ടർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പാർട്ടികളും മുന്നണികളുമൊക്കെ മാറാൻ പോവുകയാണ്. ആ നിലയിൽ കേരളത്തിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം. അതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ എൻകൗണ്ടറാണ് ഇന്ന് SKN നയിക്കുന്നത്. ഈ സ്പെഷ്യൽ എൻകൗണ്ടറിൽ ഇന്ന് മന്ത്രി MB രാജേഷ്, മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, മുസ്ലിം ലീഗ് നേതാവും മുൻ MLAയുമായ അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവരാണ് പങ്കെടുക്കുന്നത്. ഇനി നമുക്ക് ആ സ്പെഷ്യൽ എൻകൗണ്ടറിലേക്ക് പോകാം. ഓവർ ടു SKN.